കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 12 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പാർട്ട് 4 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നതും അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വിവിധ ഐറ്റംസ് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നും നമ്മൾ കാണുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ഹോംവർക്കുകൾ തന്നിരുന്നത് ഓർക്കുമല്ലോ. ഹോംവർക്ക് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് ആ ഹോംവർക്കിലേക്ക് കടക്കാം. കാരണം പരമാവധി എക്സസൈസുകൾ ചെയ്തെങ്കിൽ മാത്രമേ ഏത് ടൈപ്പിലുള്ള പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, ഇലിസ്ട്രേഷൻസും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എക്സസൈസിൽ തന്നിരിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും എല്ലാം ആൻസർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകൾ NCERTയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ SCERTയുടെ അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും സമഗ്ര പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾ ലഭ്യമല്ലെങ്കിൽ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് പരമാവധി ഇലിസ്ട്രേഷൻസും അതോടൊപ്പം തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഏത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കിലേക്ക് ഒന്ന് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച ഒന്നായിരുന്നു. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് മൈത്രി സ്പോർട്സ് ക്ലബിൻ്റെയാണ്. 68,500 രൂപ മാർച്ച് 31, 2017 സബ്സ്ക്രിപ്ഷനായിട്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരുന്നത് വർഷാരംഭത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് 6,500, വർഷാരംഭത്തിലുണ്ടായിരുന്ന അഡ്വാൻസ് കിട്ടിയത് 4,100 ആയിരുന്നു. വർഷ അവസാനമുള്ള ഔട്ട്സ്റ്റാൻഡിങ് 5,400 വർഷ അവസാനമുള്ള അഡ്വാൻസ് 2,500 ആയിരുന്നു. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൽ ഇവ എങ്ങനെ കാണിക്കുമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും അതോടൊപ്പം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലും ദെൻ ബാലൻസ് ഷീറ്റിലും ഈ ഐറ്റംസ് എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ആദ്യം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യലാണ് ആദ്യം. നമുക്ക് ലഭിച്ച സബ്സ്ക്രിപ്ഷൻ 2016-17 കിട്ടിയ സബ്സ്ക്രിപ്ഷൻ 68,500 ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതിയിരിക്കുന്നു. ദെൻ ആഡ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് അൺഏൺഡ്, വർഷാരംഭത്തിലുള്ള മുൻകൂട്ടി ലഭിച്ച തുക. അത് നമുക്കറിയാം ഈ വർഷത്തേതാണ്, അതുകൊണ്ട് ആഡ് ചെയ്യുന്ന 4,100. അതോടൊപ്പം തന്നെ വർഷ അവസാനം ഇനി ലഭിക്കാനുള്ളത്, അതായത് ക്ലോസിംഗ് അക്രൂഡ്, അതും ഈ വർഷം കിട്ടിയിട്ടില്ലെങ്കിലും ഈ വർഷത്തെ തന്നെയാണ് 5,400 രൂപ. ദെൻ ലെസ് ചെയ്യേണ്ട എമൗണ്ട് ഓപ്പണിംഗ് അക്രൂഡ് ആണ് ആദ്യമായിട്ട് ലെസ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് അക്രൂഡ് 6,500 ലെസ് ചെയ്തിരിക്കുന്നു. കാരണം വർഷാരംഭത്തിലുള്ള അക്രൂഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതാണ്. അപ്പോൾ അത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കണക്കാക്കേണ്ടതില്ല. അതുകൊണ്ട് ഓപ്പണിംഗ് അക്രൂഡ് വർഷാരംഭത്തിൽ കിട്ടാനുണ്ടായിരുന്നത് ലെസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് അൺഏൺഡ്, അതായത് ക്ലോസിങ്ങിൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് അടുത്ത വർഷത്തേതാണ്, അതുകൊണ്ട് അത് ലെസ് ചെയ്യേണ്ടതുണ്ട് 2,500. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 9,500, 68,500 9,500 ആഡ് ചെയ്തിട്ട് 78,000 കിട്ടുന്നു. ദെൻ അതിൽ നിന്ന് 9,000 ലെസ് ചെയ്താൽ 69,000 സബ്സ്ക്രിപ്ഷൻ ഇൻകം ആയിട്ട് വരുന്നത്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ ഇൻകം 69,000. ദെൻ അതോടൊപ്പം തന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമുക്കറിയാം ഈ വർഷം ലഭിച്ച മുഴുവൻ തുകയും കാണിക്കേണ്ടതുണ്ട്. അത് 68,500 ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ട സബ്സ്ക്രിപ്ഷൻ 68,500. ദെൻ ഇനി ബാലൻസ് ഷീറ്റ് നമുക്ക് കാണിക്കേണ്ട ഐറ്റംസ്, അസറ്റ് സൈഡിൽ അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ കാണിക്കേണ്ടതുണ്ട്. ഈ വർഷം ലഭിക്കാൻ ഉള്ള സബ്സ്ക്രിപ്ഷൻ വർഷാവസാനം കിട്ടാനുള്ളത് 5,400. അത് അസറ്റ് സൈഡിൽ ഒരു അസറ്റായിട്ട് കാണിക്കേണ്ടതുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ, മുൻകൂട്ടി കിട്ടിയ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. വർഷാവസാനം മുൻകൂട്ടി ലഭിച്ച സബ്സ്ക്രിപ്ഷൻ ഉണ്ട് 2,500. അത് ലയബിലിറ്റി സൈഡിൽ ബാധ്യതയാണ്, മുൻകൂട്ടി കിട്ടിയ തുകയായതിനാൽ അത് ലയബിലിറ്റിയാണ്, ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. സോ എല്ലാവരും ചെയ്തിരിക്കുന്ന
ഇത് ശരിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഒരു സ്പോർട്സ് ക്ലബിൻ്റെ സ്പോർട്സ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരിക്കുന്നു. വർഷാരംഭത്തിലുണ്ടായിരുന്ന സ്പോർട്സ് ഫണ്ട് 35,000 ആയിരുന്നു. അത് നമ്മൾ ഔട്ട്സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് 35,000. ഇൻട്രസ്റ്റ് ഈ വർഷം നമുക്ക് ലഭിച്ചത് 4,000 രൂപയാണ് സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ദെൻ ഡൊണേഷനായിട്ട് സ്പോർട്സ് ഫണ്ടിലേക്ക് നമുക്ക് 15,000 കിട്ടിയിട്ടുണ്ട്. ഈ വർഷം സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള പ്രൈസസ് അവാർഡ് ചെയ്തത് 10,000 ആണ്. ദെൻ സ്പോർട്സ് കണ്ടക്ട് ചെയ്യാനുള്ള എക്സ്പെൻസ് 4,000 ആണ്. ഇതിൽ നിന്നും ഫൈനൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ട സ്പോർട്സ് ഫണ്ടിൻ്റെ എമൗണ്ട് ആയിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടിരുന്നു, സ്പോർട്സ് ഫണ്ടിൽ ബാലൻസ് ഉള്ളത് ബാലൻസ് ഇൻ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. എന്നാൽ നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ മാത്രമേ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ഡൊണേഷൻ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 35,000 ഉണ്ടായിരുന്നു. 15,000 ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സസ് ഫണ്ട് ഉള്ളത് കൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ സ്പോർട്സ് ഫണ്ട് കാണിക്കാവുന്നതാണ്. സ്പോർട്സ് ഫണ്ട് ലയബിലിറ്റി സൈഡിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. സ്പോർട്സ് ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഇന്നർ കോളത്തിൽ കാണിച്ചു. ലഭിച്ച ഇൻട്രസ്റ്റ് 4,000 ആഡ് ചെയ്തു. ഡൊണേഷൻസ് 15,000 ആഡ് ചെയ്തു. അങ്ങനെ 54,000 നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. അതിൽ നിന്ന് പ്രൈസ് അവാർഡ് ചെയ്തത് ലെസ് ചെയ്യുന്നു 10,000. എക്സ്പെൻസസ് 4,000 ലെസ് ചെയ്യുന്നു. അങ്ങനെ 14,000 ആണ് ലെസ് ചെയ്യേണ്ടത്. 54,000 14,000 മൈനസ് ചെയ്യുമ്പോൾ 40,000 ആണ് ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട സ്പോർട്സ് ഫണ്ട്. ദെൻ 35,000 നമ്മൾ ഇനിഷ്യൽ ഉണ്ടായിരുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 35,000. സോ എല്ലാവരും ചെയ്തിരിക്കുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നു. Then today we shall mainly discuss about the preparation of income and expenditure account. Receipts and payments അക്കൗണ്ടിൽ നിന്നും തുടർന്ന് നമ്മൾ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതിലേക്കാണ്. എന്താണൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോർ ദ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെയും ചെലവുകളുടെയും ഒരു സംഗ്രഹമാണ്, അല്ലെങ്കിൽ സമ്മറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ് ഇൻ ദ കേസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിനെ കുറിച്ച് കണ്ടതാണ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമാനമായിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ ഇത് അക്രൂവൽ ബേസിസിലാണ് തയ്യാറാക്കുന്നത്. അതായത് തനത് പക്ഷത്തെ വരവ് ചെലവുകൾ മാത്രമേ ഉൾക്കൊള്ളിക്കുകയുള്ളൂ. അവ ലഭിക്കാനുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നൽകാനുള്ളതാണെങ്കിലും അവയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അക്രൂവൽ ബേസിസിൽ നമ്മൾ കണക്കുകൾ തയ്യാറാക്കുന്നത്. അത്തരത്തിൽ അക്രൂവൽ ബേസിസിലാണ് ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. Then it includes only revenue items and the balance at the end represents surplus or deficit. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് റവന്യൂ ഐറ്റം ആയിട്ടും ക്യാപിറ്റൽ ഐറ്റം ആയിട്ടും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിനെ തരംതിരിച്ചത്. അപ്പോൾ ഇവിടെ റവന്യൂ നേച്ചറുള്ള ഐറ്റം മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പരിഗണിക്കുകയുള്ളൂ. അതായത് റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുകയുള്ളൂ. ക്യാപിറ്റൽ ഐറ്റംസ് മൊത്തത്തിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന്. അതോടൊപ്പം തന്നെ അവിടെ എൻഡ് ബാലൻസ് എന്ന് പറയുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകം എക്സ്പെൻസിനേക്കാൾ അധികരിക്കുകയാണെങ്കിൽ അവിടെ സർപ്ലസ് ആണ്, മിച്ചമാണുള്ളത്. നേരെ തിരിച്ച് എക്സ്പെൻസ് അധികരിക്കുന്നു, ഇൻകത്തിനേക്കാൾ എക്സ്പെൻസ് അധികരിക്കുകയാണെങ്കിൽ അവിടെ ഡെഫിസിറ്റ് ആണ്, അല്ലെങ്കിൽ കമ്മി ആയിരിക്കും ഉണ്ടാവുക. Then again, it is prepared with the help of the receipts and payments account along with additional information regarding outstanding and prepaid expenses and also depreciation etc. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ്. ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ
റെസിപ്റ്റ്സും പേയ്മെന്റ്സും പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റവന്യൂ നേച്ചറുള്ള റെസിപ്റ്റ്സും പേയ്മെന്റ്സും പരിഗണിച്ചുകൊണ്ട് ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഡിപ്രീസിയേഷൻ പോലെയുള്ള നോൺ ക്യാഷ് ഐറ്റം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഹാസ് നോ ഓപ്പണിംഗ് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. നമ്മൾ കണ്ടു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിരുന്നു. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് യാതൊരു ബാലൻസും ഉണ്ടാവില്ല. കാരണം അതാത് വർഷത്തെ മിച്ചമുള്ള പൈസ അല്ലെങ്കിൽ അവിടെ ഷോർട്ടേജ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉള്ള തുക എന്ന് പറയുന്നത് അവിടെ ക്യാപിറ്റൽ ഫണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. അതാത് വർഷം ആ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരിക്കലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാകാറില്ല. സെക്കൻഡ്ലി, ഇറ്റ്സ് എൻഡ് റിസൾട്ട് വിൽ ബി ഐദർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഇഫ് ദ ഇൻകം എക്സീഡ്സ് ദ എക്സ്പെൻസസ് ഇറ്റ് വിൽ റിസൾട്ട് സർപ്ലസ്. But if the expenses exceeds the incomes, it will result to deficit. അപ്പോൾ കമ്മിയാണോ മിച്ചമാണോ എന്നുള്ളതാണ് ഇവിടെ എൻഡ് റിസൾട്ട് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ആൻഡ് തേർഡ്ലി, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട് ഓഫ് ദിസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. അപ്പോൾ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വർഷാവസാനം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു സർപ്ലസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യുന്നു ഡെഫിസിറ്റ് ആണെങ്കിൽ. ദെൻ ഫോർത്തിലി, ഓൺലി റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. റവന്യൂ റെസിപ്റ്റ്സും പേയ്മെന്റ്സും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുകയുള്ളൂ. ക്യാപിറ്റൽ ഐറ്റംസ് ഒക്കെ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. Then fourthly, only revenue receipts and payments are included. Then fifthly, it is prepared on accrual basis. നമ്മൾ അക്രൂവൽ ബേസിസിലാണ് ഇത് തയ്യാറാക്കുന്നത്. അക്രൂവൽ ബേസിസിനെ കുറിച്ച് ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. ക്യാഷ് ബേസിസ് ഉണ്ട്, അക്രൂവൽ ബേസിസ് ഉണ്ട്. അതിൽ അക്രൂവൽ ബേസിസ് ആകുമ്പോൾ തനത് വർഷത്തെ ആണെങ്കിൽ ആ എക്സ്പെൻസ് ഇൻകവും, എക്സ്പെൻസ് ആണെങ്കിൽ ലഭിച്ചിട്ടില്ലെങ്കിലും അത് ഈ വർഷത്താണെങ്കിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഇൻകംസ് ആണെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും തനത് വർഷത്തെ ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. ദെൻ സിക്സ്ത്ലി, നോൺ ക്യാഷ് ഐറ്റംസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. നോൺ ക്യാഷ് ഐറ്റംസ്, ഡിപ്രീസിയേഷൻ പോലെയുള്ള നോൺ ക്യാഷ് ഐറ്റംസ്, അല്ലെങ്കിൽ പണം നൽകേണ്ടതില്ലാത്ത ചില ചെലവിനങ്ങളുണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഡിപ്രീസിയേഷൻ, അങ്ങനെയുള്ള നോൺ ക്യാഷ് ഐറ്റംസ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ദെൻ ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ഇൻ ദിസ് അക്കൗണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ആയിരുന്നു. എന്നാൽ അതിന് റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത്. നോക്കുക, പേര് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഇൻകത്തിനെയും എക്സ്പെൻസിനെയും ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ പേര് നേരെ റിവേഴ്സ് ആണ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് പേര് പറയുന്നതെങ്കിലും അവിടെ എക്സ്പെൻഡിച്ചറിനെയാണ് ആദ്യത്തെ സൈഡിൽ, അതായത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്, ഇൻകത്തെ ക്രെഡിറ്റ് സൈഡിൽ. എന്നാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആയിരിക്കുമ്പോൾ നമ്മൾ നേരെ തന്നെയാണ്, അതായത് റെസിപ്റ്റ്സ് ഡെബിറ്റ് സൈഡിലും പേയ്മെന്റ്സ് ക്രെഡിറ്റ് സൈഡിലുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണുള്ളത്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആവുമ്പോൾ ഇൻകം ക്രെഡിറ്റ് സൈഡിലും എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡിലും. ഇങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിനെ കുറിച്ച് പഠിച്ചതും. അതുപോലെ തന്നെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തയ്യാറാക്കുന്നത്.
all expenses are debited and all incomes are credited in this account. So these all are the main features of income and expenditure account. Then next we shall discuss about how we shall prepare an income and expenditure account. What are the steps involved in it? Steps in preparation of income and expenditure account. ഒരു 7 സ്റ്റെപ്പുകൾ ഇവിടെ നമ്മൾ നൽകിയിട്ട് ഉള്ളത് ശ്രദ്ധിക്കുക. മോണിറ്ററിലേക്ക് ശ്രദ്ധിച്ചാൽ 7 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് വൺ ഈസ് പേഴ്സ്യൂ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തറോലി. അപ്പോൾ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ്സ് സൈഡിലുള്ള റെസിപ്റ്റ്സ് അത് റവന്യൂ നേച്ചറുള്ളത് മാത്രം പരിഗണിക്കുക. ആ റവന്യൂ നേച്ചറുള്ള റെസിപ്റ്റ് എടുത്തുകൊണ്ട് ആ റെസിപ്റ്റിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ റെസിപ്റ്റുകളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റമാണ്, എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ നേരെ തിരിച്ച് പേയ്മെന്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ്, റവന്യൂ പേയ്മെന്റ്സ്. അപ്പോൾ ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനെ ഐറ്റംസ് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. സോ ഫസ്റ്റ്ലി വി ഷുഡ് pursue the various receipts and payments in the receipts and payments account. Secondly, exclude the opening and closing balance of cash and bank as they are not an income. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. Then thirdly, exclude the capital receipts and capital payments as these are to be shown in the balance sheet. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ കാണുന്ന ക്യാപിറ്റൽ റെസിപ്റ്റ്സോ ക്യാപിറ്റൽ പേയ്മെന്റ്സോ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അവയൊക്കെയും ബാലൻസ് ഷീറ്റിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇവിടെ റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രം ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉൾപ്പെടുത്തിയാൽ മതി. ആൻഡ് ഫോർത്തിലി, ക്രെഡിറ്റ് ഓൾ ദ റവന്യൂ റെസിപ്റ്റ്സ്. എല്ലാ റവന്യൂ റെസിപ്റ്റ്സിനെയും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഡെബിറ്റ് ഓൾ ദ റവന്യൂ പേയ്മെന്റ്സ്. എല്ലാ റവന്യൂ പേയ്മെന്റ്സിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ സിക്സ്ത്ലി, ഇൻക്ലൂഡ് നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നോൺ ക്യാഷ് ഐറ്റത്തിനെ കുറിച്ച് കണ്ടു. ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകാത്ത പല ഐറ്റംസ് ഉണ്ടാകും. ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതിലൂടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ, സംശയാസ്പദ കടത്തിനുള്ള കരുതൽ. അപ്പോൾ അത്തരത്തിലുള്ള നോൺ ക്യാഷ് ഐറ്റംസ് ഇവിടെ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ആൻഡ് അഗൈൻ അസർട്ടൈൻ ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ റവന്യൂ റെസിപ്റ്റ്സിനെയും ക്രെഡിറ്റ് ചെയ്യുകയും എല്ലാ റവന്യൂ പേയ്മെന്റ്സിനെയും ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുക. ദെൻ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എക്സ്പെൻസ് ആണ് കൂടുതലായിട്ടുള്ളത്, ഡെഫിസിറ്റ് ആയിരിക്കും. എന്നാൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അവിടെ ഇൻകം ആണ് കൂടുതലായിട്ട് ഉള്ളത്, അതുകൊണ്ട് സർപ്ലസ് ആയിരിക്കും. സോ ബാലൻസ് ചെയ്തിട്ട് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കണ്ടെത്തുന്നതിലൂടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്ന പ്രോസസ് അവസാനിക്കുന്നു. ദെൻ അടുത്തായിട്ട് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കാണുന്നു. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഫസ്റ്റ് കോളത്തിൽ നമ്മൾ അതിൻ്റെ ബേസിസ് ആണ് നൽകിയിരിക്കുന്നത്, ഏതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിഫറൻസ് ആണ്. ദെൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിനെ കുറിച്ച് ആദ്യം പഠിച്ചതുകൊണ്ട് ഫസ്റ്റ് കോളം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും സെക്കൻഡ് കോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമാണ് ഡിഫറൻസിൽ കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഡിഫറൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ. എന്ത് സ്വഭാവമാണ് അതിനുള്ളത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ് നമ്മൾ പഠിച്ചു. എന്നാൽ
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമാനമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ സെക്കൻഡ്ലി അബൌട്ട് ദ ഐറ്റംസ്. എങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഉൾക്കൊള്ളിക്കുന്ന ഐറ്റംസ്, ഇറ്റ് റെക്കോർഡ്സ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓർ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ നേച്ചർ. എല്ലാ തരത്തിലുള്ള റെസീപ്റ്റ്സും പേയ്മെന്റ്സും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കും. റവന്യൂ എന്നോ ക്യാപിറ്റൽ എന്നോ ഉള്ള ആ ഒരു ഡിഫറൻസ് അവിടെ പരിഗണിക്കുന്നില്ല. എല്ലാ തരത്തിലുള്ള റെസീപ്റ്റ്സും പേയ്മെന്റ്സും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നേച്ചർ ഓൺലി. റവന്യൂ നേച്ചറുള്ള ഐറ്റം മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുള്ളൂ. The third difference is regarding the period. That is the period of items included in both these accounts. രണ്ട് അക്കൗണ്ടുകളിലും ഏത് കാലയളവിലെ ഇനങ്ങളാണ് കാണിക്കുന്നത് എന്നതിനും വ്യത്യാസമുണ്ട്. In case of receipts and payments account, the receipts and payments of the current period and also previous period and also succeeding period will be included. Receipts and payments account ആണെങ്കിൽ തനത് വർഷത്തെ മാത്രമല്ല, മുൻ വർഷങ്ങളിലെയോ അല്ലെങ്കിൽ വരാനുള്ള വർഷങ്ങളിലെയോ റെസീപ്റ്റ്സും പേയ്മെന്റ്സും തനത് വർഷം ലഭിച്ചതാണെങ്കിലോ കൊടുത്തതാണെങ്കിലോ ഉൾപ്പെടുത്താറുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദ ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് ദ കറണ്ട് പീരീഡ് ആർ ഓൺലി ഇൻക്ലൂഡഡ്. തനത് വർഷത്തെ വരുമാനവും ചെലവും മാത്രമേ ഉൾക്കൊള്ളിക്കുകയുള്ളൂ. അത് കിട്ടിയെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തനത് വർഷത്തേതാണെങ്കിൽ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റംസ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റെക്കോർഡ്സ് ഓൾ റെസീപ്റ്റ്സ്. ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസീപ്റ്റ്സുമാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാവുമ്പോൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആകുമ്പോൾ റെക്കോർഡ്സ് ഓൾ പേയ്മെന്റ്സ്, എല്ലാ പേയ്മെന്റ്സിനെയുമാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ദെൻ സിക്സ്തില് നോൺ ക്യാഷ് ഐറ്റംസ് പരിഗണിക്കുന്ന കാര്യം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നോട്ട് ഇൻക്ലൂഡഡ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നു. നോൺ ക്യാഷ് ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു, എന്നാൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആൻഡ് സെവന്തില് അബൌട്ട് ദ ഓപ്പണിംഗ് ബാലൻസ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ബിഗിനിങ് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇറ്റ് ഹാസ് നോ ഓപ്പണിംഗ് ബാലൻസ്. ദെൻ ലാസ്റ്റ്ലി അബൌട്ട് ദ ക്ലോസിംഗ് ബാലൻസ്. എൻഡിങ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും അവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഉണ്ടാവുക. വർഷാവസാനമുള്ള കൈവശം അല്ലെങ്കിൽ ബാങ്കിലുള്ള തുക അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്ലോസിംഗിൽ ഉണ്ടാവുക സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. സോ ദീസ് ഓൾ ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. Then we shall familiarize with the format of income and expenditure account. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് മാതൃക നൽകിയിരിക്കുന്നു, ശ്രദ്ധിക്കുക. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെയാണ് ഇവിടെയും ടൈറ്റിൽ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ളതാണ്. ആ കാലയളവിന്റെ അവസാനം തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് കാണിച്ചിരിക്കുന്നത്. ദെൻ എക്സ്പെൻഡിച്ചേഴ്സ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു, ഇൻകംസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. റെസിപ്റ്റ്സ് ഓഫ് റവന്യൂ നേച്ചർ pertaining to the current year are shown on the debit side, but payments of revenue nature pertaining to the current year is credited in this account. Then if the credit side exceeds the debit side, the result will be surplus. ആ സർപ്ലസ് അവിടെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എന്നാൽ if the expenditure exceeds the incomes, അതായത്
ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അവിടെ ഡെഫിസിറ്റ് ആയിരിക്കും. ആ ഡെഫിസിറ്റ് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സർപ്ലസോ ഡെഫിസിറ്റോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്? അതായത് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിലേക്കാണ് സർപ്ലസ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. സോ ദാറ്റ് അബൌട്ട് ദ ഫോർമാറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ വി ഷാൽ ഡിസ്കസ് അബൌട്ട് ദ ബാലൻസ് ഷീറ്റ്. അവസാനത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന മൂന്നാമത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. കഴിഞ്ഞ വർഷം ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന, പ്രത്യേകിച്ചും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺസിന്റെ ഏകാംഗ വ്യാപാര സ്ഥാപനങ്ങളുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കിയതാണ്. ആ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഫോർ അസർട്ടൈനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. നമുക്കറിയാം, ഏത് ബിസിനസിന്റെയും സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇവിടെയും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഡെപിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. Preparation of their balance sheet is on the same pattern as that of a business entities. ബിസിനസ് സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന അതേ പാറ്റേണിലാണ്, അതേ രീതിയിലാണ് ഇവിടെയും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇറ്റ് ഷോസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഇതൊരു പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു പീരീഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു നിശ്ചിത കാലയളവിലുള്ള സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ് അതിൽ കാണിക്കുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് സ്റ്റേറ്റ്മെന്റ്, ആ പർട്ടിക്കുലർ ഡേറ്റിലുള്ള, അത് തയ്യാറാക്കുന്ന ആ ഡേറ്റിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് കാണിക്കുന്നത്. അടുത്ത ഡേറ്റിൽ അല്ലെ അടുത്ത ദിവസം ഇതിൽ മാറ്റം വരാം. ആ പർട്ടിക്കുലർ ഡേറ്റിലുള്ള അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ വർഷ അവസാനമുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഇറ്റ് ഷോസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ദർ വിൽ ബി എ ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് ഇൻ പ്ലേസ് ഓഫ് ക്യാപിറ്റൽ. And the surplus or deficit as per income or expenditure account, which is either added to or deducted from the capital funds. അപ്പോൾ ഇവിടെ ക്യാപിറ്റലിന് പകരം നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് കാണിക്കുക. സാധാരണ ബിസിനസ് കൺസേൺസ് ആണെങ്കിൽ ഉടമസ്ഥർ ബിസിനസ്സിൽ മുടക്കുന്ന തുകയാണ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിനെയാണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ അത്തരത്തിൽ ഉടമസ്ഥർ എന്നുള്ള ഒരു കേസ് വരുന്നില്ല. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അവിടെ ഓണേഴ്സ് ഇല്ല, മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അവർ ബിസിനസ്സിലേക്ക് നൽകുന്ന തുക, അവർ സ്ഥാപനത്തിലേക്ക് നൽകുന്ന തുകയൊക്കെയും സബ്സ്ക്രിപ്ഷൻ ആയിട്ടോ എൻട്രൻസ് ഫീസ് ആയിട്ടോ ഒക്കെ ലഭിക്കുന്ന തുകയാണ്. അത് അപ്പോൾ ആ ക്ലബിന് മാത്രം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് മാത്രം അവകാശപ്പെട്ട തുകയാണ്, ഒരിക്കലും അതിനെ മെമ്പേഴ്സിന് ഷെയർ ചെയ്യേണ്ടതില്ല. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മൾ കാണിക്കുക, അല്ലെങ്കിൽ ജനറൽ ഫണ്ടെന്നും അതിനെ പറയാറുണ്ട്. അവിടെ ഓരോ വർഷത്തെയും സർപ്ലസ് ക്യാപിറ്റൽ ഫണ്ടിനോടുകൂടി ആഡ് ചെയ്യണം. ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ലെസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ബാലൻസ് ഷീറ്റിൽ നിന്നും ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് കാണാൻ കഴിയുള്ളൂ. തുടർന്നൊരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. What are the steps in the preparation of balance sheet in a not for profit organization? Firstly, consider the assets and liabilities at the beginning of the period. വർഷ ആരംഭത്തിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. Then secondly, take the closing cash balance from the receipts and payments account. നമുക്ക് നൽകിയിരിക്കുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും നമ്മൾ വർഷ അവസാനമുള്ള ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, അതായത് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാവാം, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കാം. അത് പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളവിടെ ക്യാഷ് ബാലൻസ് ഷീറ്റിൽ എഴുതാൻ വേണ്ടി. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കണം ക്യാഷ് ബാലൻസ് ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പരിഗണിക്കേണ്ടത്. തേർഡില്, ഫിക്സഡ് അസറ്റ്സ് ആർ ടു ബി അഡ്ജസ്റ്റഡ് ഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് സെയിൽ ഓഫ് അസറ്റ്സ് ഇഫ് എനി. ഫിക്സഡ് അസറ്റ് പരിഗണിക്കുമ്പോൾ തനത് വർഷത്തെ ഡിപ്രീസിയേഷൻ
പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. സെയിൽ ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ അതും പരിഗണിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പർച്ചേസ് ഓഫ് അസറ്റ്സ് കറണ്ട് ഇയറിൽ പർച്ചേസ് ഓഫ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് വേണം ഫിക്സ്ഡ് അസറ്റിന്റെ വില നമ്മൾ പരിഗണിക്കാൻ. ദെൻ ഫോർത്തിലി കൺസിഡർ ദ അസറ്റ്സ് പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ ബൈ ചെക്കിംഗ് ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടോ, ഈ വർഷം ഏതൊക്കെ അസറ്റിന് വേണ്ടിയിട്ട് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ആ അസറ്റ് പർച്ചേസ് ചെയ്ത് കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ദെൻ ഫിഫ്തിലി ഷോ ദ സ്പെഷ്യൽ ഫണ്ട് ഇഫ് എനി ഓൺ ദ ലയബിലിറ്റി സൈഡ്. സ്പെഷ്യൽ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ സ്പോർട്സ് ഫണ്ട് പോലെയുള്ള അല്ലെ ടൂർണമെന്റ് ഫണ്ട് പോലെയുള്ള അല്ലെ ബിൽഡിംഗ് ഫണ്ട് പോലെയുള്ള സ്പെഷ്യൽ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അവ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. എന്നാൽ നമുക്കറിയാം അവിടെ നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കാണിക്കേണ്ടത്. ദെൻ സിക്സ്തിലി ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ആസ് ദ ബാലൻസിങ് ഫിഗർ ഓഫ് ദ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് വർഷ ആരംഭത്തിലുള്ള ക്യാപിറ്റൽ ഫണ്ട് ലഭ്യമല്ലെങ്കിൽ അവിടെ ഓപ്പണിംഗ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് പരിഗണിച്ചുകൊണ്ട് അതിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തണം. ദെൻ സെവന്തിലി ആഡ് ദ സർപ്ലസ് ആൻഡ് ക്യാപിറ്റലൈസ്ഡ് റെസീപ്റ്റ്സ് ടു ഗെറ്റ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട്. ഡെഫിസിറ്റ് ഇഫ് എനി ഷുഡ് ബി ഡിഡക്റ്റഡ്. അപ്പോൾ തുടർന്ന് നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ ഫണ്ടിന്റെ തുക കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ സർപ്ലസ് ആഡ് ചെയ്യണം. ദെൻ ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ലെസ് ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റുള്ള ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ്, ഇപ്പോൾ സ്പെസിഫിക് ഡൊണേഷൻ പോലെയുള്ള അല്ലെങ്കിൽ ലൈഫ് മെമ്പർഷിപ്പ് പോലെയുള്ള ലെഗസീസ് പോലെയുള്ള ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതുകൂടെ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ദെൻ ടാലി ദ ബാലൻസ് ഷീറ്റ് ബൈ ടോട്ടലിംഗ് ദ ബോത്ത് സൈഡ്സ്. ദെൻ രണ്ട് സൈഡും ടോട്ടൽ ചെയ്താൽ തുല്യമായിരിക്കും. നമുക്കറിയാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയതുപോലെ തന്നെ. നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. പ്രിപ്പയർ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ സ്പോർട്സ് ക്ലബ് ഫ്രം ദ ഫോളോവിംഗ് ഡീറ്റെയിൽസ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും മറ്റു ചില അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ആ അഡീഷണൽ ഇൻഫർമേഷനും പരിഗണിച്ചുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണ്. സാധാരണ ഇത്തരം ചോദ്യങ്ങൾ 8 മാർക്കിന് പബ്ലിക് എക്സാമിന് പതിവായിട്ട് ചോദിക്കാറുള്ളതാണ്. എല്ലാ വർഷവും റിപ്പീറ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും അഡീഷണൽ ഇൻഫർമേഷനും പരിഗണിച്ചുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, മോണിറ്ററിൽ ശ്രദ്ധിക്കുക. 31/3/2020 റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. റെസിപ്റ്റ്സിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകാം. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ട് 2600, എൻട്രൻസ് ഫീസ് 3200 ഉണ്ട്, ഡൊണേഷൻ ബിൽഡിങ്ങിനുള്ള ഡൊണേഷൻ 11,000, ലോക്കർ റെന്റ് 1200, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് 7000, പ്രോഫിറ്റ് ഫ്രം എന്റർടൈൻമെന്റ് 3000. അവിടെ എന്റർടൈൻമെന്റിലൂടെയുള്ള പ്രോഫിറ്റ് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ചില സ്ഥാപനങ്ങൾ അവിടെ റെസിപ്റ്റ് സൈഡിലും പേയ്മെന്റ് സൈഡിലും എന്റർടൈൻമെന്റിന്റെ ഐറ്റം കാണാറുണ്ട്. അതായത് റെസിപ്റ്റ്സ് ആയിട്ട് എന്റർടൈൻമെന്റിന് സെയിൽ ചെയ്ത തുക കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം കാണിക്കാറുണ്ട്. നേരെ തിരിച്ച് എന്റർടൈൻമെന്റ് എക്സ്പെൻസ് പേയ്മെന്റ് സൈഡിലും കാണിക്കാറുണ്ട്. അതിന് പകരം ഇവിടെ ഈ ക്ലബിൽ ചെയ്തിരിക്കുന്നത് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് മാത്രം പരിഗണിച്ചിരിക്കുന്നു. റെസിപ്റ്റ് ആയിട്ട് ആ എക്സസ് ആയിട്ടുള്ള ആ തുക മാത്രമേ, അല്ലെങ്കിൽ അതിലെ പ്രോഫിറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, 3000 രൂപ. ദെൻ സബ്സ്ക്രിപ്ഷൻ മെമ്പേഴ്സിന് ലഭിച്ച 40,000 രൂപ കിട്ടിയിട്ടുണ്ട് ഈ വർഷം. ദെൻ പേയ്മെന്റ് സൈഡിലുള്ള റെന്റ് 18,000, വേജസ് 7,000, കമ്പ്യൂട്ടർ അസറ്റ് വാങ്ങിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ 24,000, ഇൻട്രസ്റ്റ് 2,000, പോസ്റ്റേജ് 1000, സാലറി 12,000. ദെൻ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 4,000. ഈ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ് പുതിയ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പരിഗണിക്കേണ്ടത്, ക്യാഷ് ആയിട്ട് 4,000 കാണിക്കേണ്ടത്. അപ്പോൾ ഈ വിവിധ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് വിവിധ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2019 വാസ് rupees 2,000.
വർഷ ആരംഭത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. വർഷാരംഭത്തിൽ വരിസംഖ്യ ഇനത്തിൽ 2000 രൂപ കിട്ടാനുണ്ടായിരുന്നു. ആൻഡ് ഓൺ 31/3/2020 വാസ് ₹4,000. എന്നാൽ ഈ വർഷം അവസാനം ലഭിക്കാനുള്ള തുകയാകട്ടെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ 4000 രൂപയാണ്. ദെൻ സെക്കൻഡ്ലി റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹2,000. 2000 രൂപ 31/3/2020 അതായത് വർഷ അവസാനം റെന്റ് ഇനത്തിൽ കൊടുക്കാനുണ്ട്. റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ചെലവാണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ റെന്റ് കൊടുക്കാനുണ്ട് 2000 രൂപ കൂടി. ദെൻ സി ദ അസറ്റ്സ് ഓൺ 1/4/2019 ഇൻക്ലൂഡ് ഫർണിച്ചർ ഓഫ് ₹50,000. അപ്പോൾ ഓപ്പണിംഗ് അസറ്റ് ആയിട്ടുള്ളത് ഫർണിച്ചർ 50,000 ഉണ്ട്. വർഷാരംഭത്തിൽ ഫർണിച്ചർ ആയിട്ട് 50,000 രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു. ദെൻ പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ അറ്റ് ദ റേറ്റ് ഓഫ് 5% പെർ ആനം. അപ്പോൾ ആ ഫർണിച്ചറിന് 5% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്. 5% എന്ന് പറയുമ്പോൾ 50,000-ന് 5% 2,500. കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 50,000-ന് 10%, ഒരു 0 കളഞ്ഞാൽ മതി, 5,000. അതിന്റെ പകുതി ആണ് 5%, 2,500. ദെൻ ദ ലയബിലിറ്റീസ് ആസ് ഓൺ 1/4/2019 ഇൻക്ലൂഡ് ബാങ്ക് ലോൺ അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം ഓഫ് ₹30,000. അപ്പോൾ വർഷാരംഭത്തിലെ ബാധ്യതകളായിട്ട് ബാങ്ക് ലോൺ ഉണ്ട്. ബാങ്ക് ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അതും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, കാരണം അവിടെ ഇൻട്രസ്റ്റ് കൊടുത്തായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്നാൽ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഈ വർഷം കണക്കിലെടുക്കേണ്ടതുണ്ട്. അതായത് 3,000 ഇൻട്രസ്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെ പേയ്മെന്റ് ആയിട്ട് 2,000 കാണുന്നുണ്ട്. നിങ്ങൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് 2,000 ആണ്. എന്നാൽ അവിടെ 10% എന്ന് പറയുമ്പോൾ 30,000-ന്റെ 10% എന്ന് പറയുന്നത് 3,000 ആണ്. അപ്പോൾ 1,000 കൂടെ ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ദെൻ എൻട്രൻസ് ഫീസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ റവന്യൂ റെസിപ്റ്റ്. അപ്പോൾ എൻട്രൻസ് ഫീസ് മുഴുവനായിട്ടും റവന്യൂ റെസിപ്റ്റ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതില്ല. ആൻഡ് 50% ഓഫ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. എന്നാൽ അവിടെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന്റെ പകുതി മാത്രം ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പകുതി റവന്യൂ ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് എടുക്കുക 50%. ഇപ്പോൾ എൻട്രൻസ് ഫീസ് മുഴുവനായിട്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെസിപ്റ്റ് ആയിട്ട് കാണിക്കണം, ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ടതില്ല. എന്നാൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന്റെ പകുതി മാത്രം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പകുതി റവന്യൂ ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാക്കി പകുതി ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്തും കാണിക്കണം. സോ ദീസ് ഓൾ ആർ ദ വേരിയസ് അഡ്ജസ്റ്റ്മെന്റ്സ് ടു ബി മെയ്ഡ്. അപ്പോൾ ഇതിൽ നിന്നും ആദ്യമായിട്ട് നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2020. അത് നമ്മൾ വിവിധ എക്സ്പെൻഡിച്ചേഴ്സ് ആണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ പേയ്മെന്റ്സ് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിലെ റവന്യൂ നേച്ചറുള്ളത് മാത്രം എടുക്കുകയും വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് അതോടൊപ്പം ഉൾക്കൊള്ളിക്കുകയും ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ റെന്റ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റെന്റ് നൽകിയിട്ടുണ്ട് 18,000. എന്നാൽ അവിടെ 2,000 കൊടുക്കാനുണ്ട് റെന്റ് എന്ന് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്. ആ 2,000 ആഡ് ചെയ്തിട്ട് 20,000 ആണ് ഈ വർഷത്തെ റെന്റ് ആയിട്ട് പരിഗണിക്കേണ്ടത്. വേജസിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, വേജസ് 7,000. ദെൻ ഇൻട്രസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കണ്ടു. ഇൻട്രസ്റ്റ് 2,000 ആണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കണ്ടു 3,000 മൊത്തം ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ 1,000 ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം 3,000 ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ. ദെൻ പോസ്റ്റേജ് 1,000, സാലറി 12,000. ദെൻ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. 50,000 ആണ് ഫർണിച്ചറിന്റെ വിലയായിട്ട് പറയുന്നത്. അതിന്റെ 5% നമ്മൾ കണ്ടു 2,500 ഡിപ്രീസിയേഷൻ, അതുകൂടെ പരിഗണിക്കണം. ദെൻ വിവിധ ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യണം. എൻട്രൻസ് ഫീസ് മൊത്തമായിട്ടും റവന്യൂ ആയിട്ട് പരിഗണിക്കാൻ പറഞ്ഞതുകൊണ്ട് 3,200 ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ലോക്കർ റെന്റ് റവന്യൂ ഐറ്റം ആണ്, 1,200 ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് 7,000 തന്നതിൽ പകുതി മാത്രം ഇവിടെ എടുത്താൽ മതി റവന്യൂ, ബാക്കി പകുതി ബാലൻസ് ഷീറ്റിലാണ് പരിഗണിക്കേണ്ടത്.
ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് 3500, പകുതി മാത്രം ഇവിടെ എടുത്തു. ദെൻ പ്രോഫിറ്റ് ഫ്രം എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതും റെക്കറിംഗ് നേച്ചറാണ്, അതുകൊണ്ട് തന്നെ റവന്യൂ നേച്ചറുള്ളതായതുകൊണ്ട് ഇൻകം ആയിട്ട് ഇവിടെ പരിഗണിക്കുന്നു 3000. ദെൻ സബ്സ്ക്രിപ്ഷൻ, തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ഇന്നർ കോളത്തിൽ എടുക്കുക 40,000 ആയിരുന്നു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നൽകിയിരുന്ന റെസിപ്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ 40,000 ആയിരുന്നു. എന്നാൽ നമ്മൾ കണ്ടു വർഷാവസാനം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 4,000 ആണുള്ളത്. ആ 4,000 ആഡ് ചെയ്യണം. അതായത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ആഡ് ചെയ്യേണ്ടത് 4,000. അങ്ങനെ 44,000 കിട്ടുന്നു. അതിൽ നിന്നും വർഷ ആരംഭത്തിലുണ്ടായിരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് അത് കഴിഞ്ഞ വർഷത്തേതാണ്, കഴിഞ്ഞ വർഷം ലഭിക്കാനുള്ളതായിരുന്നു ഈ വർഷ ആരംഭത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് ഒഴിവാക്കേണ്ടതുണ്ട് 2,000. അങ്ങനെ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 42,000 ആണ്. എല്ലാ എക്സ്പെൻഡിച്ചർ ഇൻകവും നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. തുടർന്ന് ഏത് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കറിയാം ഇൻകം നൽകിയിരിക്കുന്ന സൈഡിലാണ് കൂടുതൽ എമൗണ്ട്. റഫായിട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇൻകം സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് 52,900 ആണ് ക്രെഡിറ്റ് സൈഡിൽ. ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 45,500 ആണ്. അപ്പോൾ സർപ്ലസ് ആണുള്ളത്, കാരണം ഇൻകം കൂടുതലായിട്ടുണ്ട്. എക്സ്പെൻസിനേക്കാളും ഇൻകം കൂടുതലുള്ളതുകൊണ്ട് സർപ്ലസ് ആണുള്ളത്. അതായത് സർപ്ലസ് കണ്ടുപിടിച്ചിരിക്കുന്നത് 52,900 മൈനസ് 45,500, അങ്ങനെ 7,400 ആണ് ഇവിടെ സർപ്ലസ് ആയിട്ട് നമുക്ക് ലഭിക്കുക. തുടർന്ന് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിലേക്കാണ് പോകുന്നത്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണമെങ്കിൽ ആദ്യം തന്നെ ക്യാപിറ്റൽ ഫണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നൽകിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ക്വസ്റ്റനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി വർഷ ആരംഭത്തിലുള്ള അസറ്റും ലയബിലിറ്റിയും പരിഗണിച്ചുകൊണ്ട് അതൊരു ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാലൻസിങ് ഫിഗറായിട്ട് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ബാലൻസ് ഷീറ്റ്, അതായത് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1/4/2019 തയ്യാറാക്കാം. ഇവിടെ അസറ്റ്സ് ക്യാഷ് 2,600. ഈ ക്യാഷ് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ക്യാഷിന്റെ തുക നമുക്ക് ലഭിക്കുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസിൽ നിന്നാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് പരിഗണിക്കേണ്ടത്. അതാണ് ഇവിടെ വർഷ ആരംഭത്തിലുള്ള ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റനിൽ വർഷ ആരംഭത്തിൽ 50,000 ഫർണിച്ചർ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ സബ്സ്ക്രിപ്ഷൻ വർഷ ആരംഭത്തിൽ 2,000 കിട്ടാനുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ അസറ്റാണ്. ദെൻ ലയബിലിറ്റി ആയിട്ട് ബാങ്ക് ലോണിനെ കുറിച്ച് പറയുന്നുണ്ട് 30,000. ദെൻ അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക 54,600. അതിൽ നിന്നും 30,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ടിന്റെ തുക ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടും. അതാണ് 24,600. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അല്ലെ വർഷ ആരംഭത്തിലുള്ള 1/4/2019 ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കിയത്. തുടർന്ന് വർഷ അവസാനത്തെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/3/2020. വിവിധ അസറ്റുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ക്യാഷ് 4,000. ഈ ക്യാഷിന്റെ തുക എവിടെ നിന്നാണ് ലഭിക്കുക? ഈ ക്യാഷിന്റെ തുക നമുക്ക് ലഭിക്കുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ ക്യാഷ് ആയിട്ട് നമ്മൾ 4,000 എടുത്തിരിക്കുന്നത്. ദെൻ ഫർണിച്ചറിന്റെ എമൗണ്ട് തന്നിരിക്കുന്ന 50,000 ആണ്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2,500. അത് ലെസ് ചെയ്യുമ്പോൾ നെറ്റ് എമൗണ്ട് 47,500. ദെൻ ഈ വർഷം നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. വർഷ ആരംഭത്തിൽ കിട്ടാനുണ്ട് ഇരുന്ന 2,000 ആണ്. എന്നാൽ വർഷ അവസാനം കിട്ടാനുള്ളത് 4,000 ഇവിടെ പരിഗണിക്കണം അസറ്റായിട്ട്. ദെൻ ഈ വർഷം ഏതെങ്കിലും അസറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വാങ്ങിയത് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഫിക്സഡ് അസറ്റ് ഇവിടെ പരിഗണിക്കണം. ഹിയർ കമ്പ്യൂട്ടർ വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്, 24,000 രൂപ അസറ്റായിട്ട് പരിഗണിക്കണം. ദെൻ ലയബിലിറ്റീസ്, ബാങ്ക് ലോൺ റീപേ ചെയ്തതായിട്ട് പറയുന്നില്ല, അതുകൊണ്ട് ആ ബാങ്ക് ലോൺ ഇവിടെ ലയബിലിറ്റി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇൻട്രസ്റ്റ് ഒരു 1,000 രൂപ അടയ്ക്കാനുള്ളത് ലയബിലിറ്റി ആയിട്ട് എടുക്കണം, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് 1,000. ദെൻ റെന്റ് ഒരു 2,000 നമ്മൾ കൊടുക്കാനുണ്ട്, ആ ഔട്ട്സ്റ്റാൻഡിങ് റെന്റും ഒരു ലയബിലിറ്റി ആണ്. ദെൻ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലൂടെ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ച് 24,600.
ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന്റെ പകുതി, കാരണം പകുതി നമ്മൾ റവന്യൂ ആയിട്ട് ഇൻകം ആയിട്ട് പരിഗണിച്ചു, ബാക്കി പകുതി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ആഡ് ചെയ്തത് 3500. ദെൻ ബിൽഡിംഗ് ഡൊണേഷൻ സ്പെസിഫിക് ഡൊണേഷൻ ആണ്, അതും ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതാണ് 11,000. ദെൻ സർപ്ലസ് റെസിപ്റ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കണ്ടുപിടിച്ച സർപ്ലസ് 7,400 പരിഗണിക്കുന്നു. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട് 46,500 കണ്ടുപിടിച്ചത്. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും തുല്യമായിരിക്കും. രണ്ട് സൈഡും തുല്യമാണെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോബ്ലം ശരിയാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. സോ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 79,500 കിട്ടും. സോ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്തിരിക്കുന്നു. ചെയ്ത പ്രോബ്ലം അത്തരത്തിൽ ശരിയായിരിക്കും. ഇത്തരത്തിൽ പരമാവധി പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ SCERTയുടെയോ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ഏത് ഉപയോഗിച്ചാലും ഒരുപോലെ തന്നെയാണ്. ആ ടെക്സ്റ്റ് ബുക്കുകളിൽ അനവധി പ്രോബ്ലംസ് നൽകിയിട്ടുണ്ട്, ഇലിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അവ ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചാപ്റ്ററിന്റെ അവസാനം എക്സസൈസ് നൽകിയിട്ടുണ്ട്. ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ബന്ധപ്പെടണം. അധ്യാപകരെ വിളിച്ച് സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ.